എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ. വളരെയധികം നല്ല പോഷക ഗുണങ്ങളും നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കഞ്ഞിയും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കറികളും കൂടിയിട്ടാണ്. അപ്പോൾ ഈ കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ പച്ചരി ഒന്ന് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ട് വരാം. അപ്പം നമ്മളിവിടെ അരിയെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കറിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരി ഇട്ട് കൊടുക്കാം. ഈ സ്പെഷ്യൽ കഞ്ഞി തയ്യാറാക്കാനായിട്ട് പച്ചരി തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം 1 സ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ അരിയെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പം ഞാനിവിടെ 1 തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 ചെറിയ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ജീരകവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കഞ്ഞിക്ക് വേണ്ടുന്ന കറികൾ കൂടി ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കൊണ്ടാട്ടങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് കോവയ്ക്കയുടെ കൊണ്ടാട്ടമാണ് കേട്ടോ. ഇപ്പോൾ കോവയ്ക്ക എങ്ങനെയാണ് ഉണക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇത് 1 വർഷമായ കോവയ്ക്ക ഉണക്കിയതാണ്. അപ്പോൾ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇത് ഞാൻ പാവയ്ക്ക ഉണക്കിയതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്കയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഫ്രഷോട് കൂടി ഇരിക്കുന്നുണ്ട്. നമ്മൾ ആ ഉണക്കുന്ന രീതിയാണ് കേട്ടോ ഒരുപാട് കാലം ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കിയ ശേഷം ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഈ ഉപ്പേരി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം മാത്രമേ ഇത് വറുത്തെടുക്കാവുള്ളൂ. പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആവുന്നതാണ്. നമ്മൾ നോക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോവും. ജസ്റ്റ് നന്നായിട്ട് എണ്ണ ചൂടാക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കോവയ്ക്ക് ഇതൊക്കെ വറുത്തെടുക്കാനായിട്ട് 1 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്ക ഇപ്പോൾ തന്നെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതെല്ലാം ഒരേ വലിപ്പത്തിലും ഇതിൻ്റെ ഉണക്കും എല്ലാം ശരിയായാൽ മാത്രമേ ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പല മൂപ്പായി പോവും. ചിലത് പെട്ടെന്ന് മൂത്ത് വരും, ചിലത് മൂക്കാതിരിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടും തമ്മിൽ വ്യത്യാസം വരും, കരിഞ്ഞു പോകും. അധികം മൂക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ മൂത്തതാണെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പാകത്തിനനുസരിച്ച് നമ്മളിത് ഉണക്കിയെടുക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേമാതിരി വേണം അരച്ചെടുക്കാനായിട്ട്. ചിലർ തേങ്ങ വെറുതെ ചിരകിയിടും കേട്ടോ. ചിരകിയിട്ടിട്ട് ജീരകം എല്ലാം പൊടിച്ചിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഈ കഞ്ഞിക്ക്. നമ്മളിതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടെ നമ്മളിതേപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുന്ന അങ്ങനെ വെക്കുന്ന കഞ്ഞിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഈ കഞ്ഞിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചു അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടമാനം കുറുകിയിരിക്കാൻ പാടില്ല. നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മയിലിൻ്റെ ഒച്ചയാണ് കേട്ടോ കേൾക്കുന്നത്. എപ്പോഴും നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മയിലൊക്കെ എപ്പോഴും വരാറുണ്ട്. അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. വീഡിയോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പം നമുക്കത് ഇതേ പരുവായിരിക്കണം നമ്മുടെ കഞ്ഞി കേട്ടോ. നല്ല ലൂസായിട്ടിരിക്കണം. ഇനി നമുക്ക് ഒരല്പം ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ 1 സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന കഞ്ഞിയാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ ഒരുപാട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണത്. ഇതേപോലെയൊക്കെ എല്ലാവരും ഇടയ്ക്കിടയ്ക്കൊക്കെ തയ്യാറാക്കി കുടിക്കുക. പിള്ളേർക്കാണേലും ഒരുപാട് ഇഷ്ടമാവും. തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ജീരകത്തിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ കുടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ചൂടോടുകൂടെ കുടിക്കാനും നല്ലതാണ്. തണുത്തതിന് ശേഷം കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം
കോവയ്ക്കയും പാവയ്ക്കയും അങ്ങനെയുള്ള കൊണ്ടാട്ടങ്ങളൊക്കെ കൂട്ടി ചെറിയൊരു കടുമാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ അതും പപ്പടവും ചുട്ട പപ്പടമാണ് ഏറ്റവും നല്ലത്. അതും കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ഞങ്ങളുടെ നൈറ്റത്തെ കഞ്ഞിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ കഞ്ഞിയുടെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചുട്ടരച്ച നല്ല ചമ്മന്തിയുണ്ട്, മുളക് കൊണ്ടാട്ടമുണ്ട്, പിന്നെ കടുമാങ്ങ അച്ചാറുണ്ട്, നമ്മുടെ കോവയ്ക്ക ഉപ്പേരിയുണ്ട്, അത് വറുത്തതുണ്ട്, നല്ല ചുട്ട പപ്പടം കൂടിയുണ്ട്. അപ്പം ഇനിയും കറികൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കറി ഇല്ലെങ്കിലും കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ ആണെങ്കിലും കുടിക്കാൻ വളരെയധികം നല്ല ടേസ്റ്റുള്ള കഞ്ഞിയാണത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതേപോലെ ഒരു കഞ്ഞി കുടിച്ചാൽ നമുക്ക് വയറും നിറയും മനസ്സും നിറയും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.